بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരിക്കൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പലരും എതിർക്കുന്നതെന്നൊരു ചോദ്യം തത്വചിന്ത പഠിപ്പിക്കുന്ന ഒരു മുസ്ലിം വനിതാ പ്രൊഫസറോട് ഒരു സഹപ്രവർത്തക ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വിശ്വാസമെന്ത്, അവിശ്വാസമെന്ത്, ധർമ്മമെന്ത്, അധർമ്മമെന്ത്, നീതിയെന്ത്, അനീതിയെന്ത്, ശരിയെന്ത്, തെറ്റെന്ത് എന്നെല്ലാം വ്യക്തമായി നിർദ്ദേശിക്കുകയും ഇന്നത് പ്രവർത്തിക്കാം, ഇന്നത് പ്രവർത്തിച്ചുകൂടാ എന്ന് വ്യക്തമായി കൽപ്പിക്കുകയും ചെയ്ത മറ്റേത് മതനേതാവാണ് ചരിത്രത്തിലുള്ളതെന്ന്. ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന് ഉത്ബോധിപ്പിച്ചതിൻ്റെ പേരിൽ ആ സ്രഷ്ടാവിനെ അല്ലാതെ മറ്റു സൃഷ്ടികളെ ആരാധിക്കുന്നവർക്ക് സ്വാഭാവികമായും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. വ്യഭിചരിക്കുകയും വ്യഭിചാരശാല നടത്തുകയും ചെയ്യുന്നവർക്കും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം അത്തരത്തിലുള്ള ധാർമ്മികമായ പ്രവർത്തനങ്ങളെ പ്രവാചകൻ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നിരോധിച്ചിരിക്കുന്നു. മദ്യപിക്കുകയും മദ്യശാല നടത്തുകയും ചെയ്യുന്നവർക്കും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. കരിഞ്ചന്ത നടത്തുകയും പലിശ വാങ്ങുകയും ചെയ്യുന്നവർക്കും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം അത്തരത്തിലുള്ള ചൂഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ജനങ്ങളെ അടിച്ചമർത്തുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്കും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം അത്തരത്തിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരികൾക്ക് സ്വർഗം ലഭിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്കാവശ്യമായ നിയമങ്ങൾ നൽകിയതിൻ്റെ പേരിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പ്രവാചകനോട് എതിർപ്പ് തോന്നുക സ്വാഭാവികമല്ലേ എന്ന തത്വചിന്ത പഠിപ്പിക്കുന്ന ആ വനിതാ പ്രൊഫസറുടെ മറുചോദ്യത്തിന് മുൻപിൽ സഹപ്രവർത്തകയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ നിരന്തരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുവാൻ നമ്മെ കൊണ്ട് സാധിക്കണമെങ്കിൽ പ്രവാചകന്റെ മഹത്വം നാമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന ഈ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഗൗരവമുള്ളൊരു വിശദീകരണം അനിവാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ അൽ ബഖറയിലെ 136-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്
വമാ ഊതിയ മൂസ വഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾ പറയുക, അല്ലാഹു ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിക്കപ്പെട്ടതിലും മൂസയ്ക്കും ഈസയ്ക്കും മറ്റു പ്രവാചകർക്കും അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അവർക്കിടയിൽ യാതൊരു തരംതിരിവും കൽപ്പിക്കുന്നവരല്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരത്രേ. ഈ കൽപ്പന പിൻപറ്റേണ്ട മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ തന്നെ മറ്റു പ്രവാചകരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. മൂസ നബി അലൈഹിസ്സലാമാണ് ഏറ്റവും ഉന്നതനായ പ്രവാചകനെന്ന് ഒരു യഹൂദൻ പറഞ്ഞതിന് ബദലായിട്ട് അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഏറ്റവും ഉന്നതനായ പ്രവാചകൻ എന്ന് പറഞ്ഞ മുസ്ലിമിനെ തിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പ്രവാചകരും തുല്യരാണെന്ന്. അപ്രസക്തനായൊരു പ്രവാചകൻ എന്ന് പലരും ധരിച്ചിരിക്കുന്ന യൂനസ് നബി അലൈഹിസ്സലാം തന്നേക്കാൾ ഉന്നതനാണെന്ന് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. യൂനസ് നബി അലൈഹിസ്സലാം പ്രവാചകനേക്കാൾ ഉന്നതനായത് കൊണ്ടല്ലത് പറഞ്ഞത്, മറിച്ച് തന്നോടുള്ള സ്നേഹം മൂലം മറ്റു പ്രവാചകരെ താഴ്ത്തി കെട്ടരുത് എന്ന് ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈ മാതൃക തന്നെയാണ് മറ്റു പ്രവാചകരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റു വേദഗ്രന്ഥങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാതാവിൻ്റെ ഉദരത്തിൽ പിറന്നവരിൽ വെച്ച് ഏറ്റവും ഉന്നതൻ ജീസസ് ക്രൈസ്റ്റ്, ഈസാ നബി അലൈഹിസ്സലാമാണ്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ് എന്ന് ജീസസ് ക്രൈസ്റ്റ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞുവെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാം ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാറഴിക്കുവാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്നതാണ്. ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് നാം എല്ലാ പ്രവാചകരെയും തുല്യമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരാം, പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉന്നതൻ എന്നൊരു പ്രഭാഷണം താങ്കൾ നടത്തുന്നതെന്ന്? പ്രവാചകനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ദൂതനായി, ദൈവദൂതനായി അംഗീകരിക്കുന്ന അമുസ്ലിങ്ങളുണ്ട്. അംഗീകരിക്കാത്ത അമുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷവും. അതുപോലെ പ്രവാചകൻ എതിർക്കുന്ന നിരീശ്വരവാദികളുണ്ട്. ഇവരുടെ മുൻപിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വം അവതരിപ്പിക്കണമെങ്കിൽ പൊതുവായൊരു മാനദണ്ഡം അനിവാര്യമാണ്. പൊതുവായ മാനദണ്ഡം എന്ത് എന്ന് ചോദിച്ചാൽ അതേതൊരു വ്യക്തിയുടെയും ഭൗതികമായ സംഭാവനകളാണ്. പ്രവാചകരായാലും മറ്റു മഹത് വ്യക്തിത്വങ്ങളാണെങ്കിലും അവരുടെ സംഭാവനകൾ ഏറ്റക്കുറച്ചലുകൾക്ക് വിധേയമായിട്ടായിരിക്കും. ഇവിടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രവാചകൻ എന്ന നിലയിലല്ല, മറിച്ച് ഏതൊരു നിരീശ്വരവാദിക്കും അമുസ്ലിമിനും പ്രവാചകന്റെ മഹത്വം അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഭൗതികമായ അളവുകോലുകൾ വെച്ചിട്ടാണ്. അതിനൊരു ന്യായീകരണവുമുണ്ട്. കാരണം മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അധികം നുണപ്രചരണങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മഹത്വം ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുവാനുള്ള ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ലോകത്തിലേക്കുമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങളിലേക്കും ഒരു കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന്. മുഹമ്മദ് എന്ന മഹനീയ നാമം നൂറ്റാണ്ടുകളായി തലമുറകളിലൂടെ ജനകോടികൾ അത്യധികം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഉച്ചരിക്കുന്നു. ആ നാമം കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ വിവരണാതീതങ്ങളായ വികാരങ്ങൾ കൊണ്ട് ത്രസിക്കുകയാണ്. മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന യാഥാർത്ഥ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പള്ളിമിനാരങ്ങളിൽ നിന്നും 5 നേരവും സത്യവിശ്വാസികളെ നമസ്കാരങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ബാങ്കുവിളികളിലൂടെ നിരന്തരം പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുന്നു. കോടാനുകോടി സത്യവിശ്വാസികൾ ഇതേറ്റു പറയുക മാത്രമല്ല, മഹാനായ പ്രവാചകന്
അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിക്കും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ സാധിക്കാത്ത ഈ അത്ഭുത പ്രതിഭാസം 14 നൂറ്റാണ്ടുകളായി അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സ്പന്ദനം ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം അത് തുടരുക തന്നെ ചെയ്യും. ഇത്രയേറെ സ്നേഹിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട, അനുസരിക്കപ്പെട്ട, അനുകരിക്കപ്പെട്ട, എന്നാൽ ഒരിക്കൽ പോലും ആരാധിക്കപ്പെടാത്ത മറ്റൊരു വ്യക്തിയും ചരിത്രത്തിൻ്റെ വിരുമാറിലൂടെ കടന്നുപോയിട്ടില്ല. മുസ്ലിങ്ങളുടെ അഭിപ്രായത്തിലും ലോകം ബഹുമാനിക്കുന്ന മഹാന്മാരായ പല ചിന്തകരുടെയും കാഴ്ചപ്പാടിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മനുഷ്യ സമൂഹം ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ വ്യക്തിയെങ്കിൽ, മറ്റു ചിലരുടെ കാഴ്ചപ്പാടിൽ മുഹമ്മദ് നബി ഒരു വ്യാജ പ്രവാചകനാണ്, അന്തിക്രിസ്തുവാണ്, മനുഷ്യ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിച്ച വ്യക്തിയാണ്. ഈ വ്യത്യസ്തമായ വീക്ഷണങ്ങളിൽ ഏതാണ് ശരി, എന്താണ് യാഥാർത്ഥ്യം? മനുഷ്യർ അവരുടെ പ്രവാചകന്മാരെയും മതനേതാക്കളെയും അമിതമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുസ്ലിങ്ങൾ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ എത്ര തന്നെ സത്യസന്ധമാണെങ്കിലും അവയെല്ലാം അയഥാർത്ഥ്യങ്ങളാണെന്നും അസത്യങ്ങളാണെന്നുമായിരിക്കും മറ്റുള്ളവർ പറയുക. എന്നാൽ നിഷ്പക്ഷമതികളായ ചരിത്ര പണ്ഡിതരുടെയും നിരൂപകരുടെയും, എന്തിന് സ്പഷ്ടരായ ശത്രുക്കളുടെയും നാവുകളിലൂടെ പ്രവാചകന്റെ മഹത്വം അവതരിപ്പിച്ചിട്ടും ഹൃദയങ്ങളെ സ്പർശിക്കാത്തവരുണ്ടെങ്കിൽ അവർ അന്ധമായ പ്രവാചക വിരോധം മൂലം സത്യത്തിൻ്റെ വെളിച്ചം കാണുവാൻ മടിക്കുന്നവരാണെന്ന് കരുതുവാനേ സാധിക്കുകയുള്ളൂ. ഇത്തരം വിമർശകരെ സംബന്ധിച്ചാണ് 1928 ഭാരതത്തിലെ ഗോരഖ്പൂരിൽ എഴുത്തുകാരുടെ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ജ്ഞാനേന്ദ്രദേവ് ശർമ്മ പറഞ്ഞത്, മുഹമ്മദിന്റെ ശത്രുക്കൾ പ്രകാശത്തെ തീയും നല്ലതിനെ ചീത്തയും എല്ലാ നന്മകളെയും തിന്മകളുമായി വളച്ചോടിക്കുന്നത് അവരുടെ ധാർമ്മികമായ അധപ്പതനം മാത്രമാണ് കാണിക്കുന്നതെന്ന് 1840 മെയ് മാസം 8-ാം തീയതി ലണ്ടനിലെ ബുദ്ധിജീവികൾ അഭിമുഖീകരിച്ചുകൊണ്ട് തോമസ് കാർലിൽ പറഞ്ഞു, പാശ്ചാത്യർ പ്രവാചകനെതിരെ തൊടുത്തുവിടുന്ന അടിസ്ഥാനരഹിതങ്ങളായ വിമർശനങ്ങൾ അവരുടെ വിവരക്കേട് മാത്രമാണ് കാണിക്കുന്നതെന്ന്. ലോകത്തിലെ ഒട്ടുമിക്ക മുസ്ലിം പ്രദേശങ്ങളും ക്രൈസ്തവ രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മൻ, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലായിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ധനമോ അധികാരമോ എണ്ണയോ സ്വാധീനമോ ഒന്നുമില്ലാതിരുന്ന നാളുകളിൽ പാശ്ചാത്യരായ ചിന്തകരെ സ്വാധീനിക്കുക എന്നത് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ സാധിക്കാതിരുന്ന നാളുകളിൽ മഹാന്മാരായ ഈ ചിന്തകർ പ്രവാചകനെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം 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 മാത്രമേ ആവുക നിർവാഹമുള്ളൂ. എത്ര തന്നെ നുണപ്രചരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ തൊടുത്തുവിട്ടാലും കാലാന്തരത്തിൽ നുണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത കറുത്ത കാർമേഘം മാറ്റിക്കൊണ്ട് പ്രവാചകന്റെ മഹത്വം ലോകം അറിയുക തന്നെ ചെയ്യും. 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഒരു വ്യക്തിയുടെ മഹത്വം അളക്കുവാൻ എന്നൊരു ചിന്തകൻ പറയുകയുണ്ടായി. 1, ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും സന്താനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ മറ്റു പരിചയക്കാരുടെയും കാഴ്ചപ്പാടിൽ അദ്ദേഹം ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്കുടമയായിരുന്നുവോ? 2, പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉന്നതമായ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവോ? 3, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും ഉത്ബോധനങ്ങളും എന്തൊക്കെയായിരുന്നു? ആ നേട്ടങ്ങളിൽ നിന്നും ഉത്ബോധനങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിന് ലഭിച്ച നന്മകൾ എന്തൊക്കെ? അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളുടെ പ്രായോഗിക പ്രസക്തി എന്ത്? മേലുദ്ധരിച്ച 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത് ജീവിതം നമുക്ക് വിലയിരുത്താം. പ്രവാചകൻ ജീവിച്ചതും മരിച്ചതും ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു. പ്രവാചകൻ നടന്നതും ഇരുന്നതും പറഞ്ഞതും പ്രവർത്തിച്ചതും അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെ പ്രവാചകന്റെ കർമ്മങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയുവാൻ സാധിക്കും, ഇബ്രാഹിം നബിയുടെ വിശ്വാസദാർഢ്യതയും ഇസ്മായിൽ നബിയുടെ സഹനശീലവും
മൂസാ നബിയുടെ സ്ഥൈര്യവും യൂസുഫ് നബിയുടെ സൂക്ഷ്മതാശീലവും ഈസാ നബിയുടെ ആർദ്രതയും ഒരുമിച്ച് സമ്മേളിച്ച് സമന്വയിച്ച അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകനെന്ന് ഹീറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമുമായി പ്രവാചകൻ കണ്ടുമുട്ടിയതുപോലൊരു സംഭവം എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലാണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം സങ്കല്പിച്ചു നോക്കുക. ഈ വിവരം നാം വീട്ടിൽ വന്ന് നമ്മുടെ ഭാര്യമാരുടെയും സന്താനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അടുത്ത് പറയുകയാണെങ്കിൽ അവർ പറയുക നാം കളവ് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സമനില തെറ്റിയിരിക്കുന്നു എന്നതായിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. 40 വർഷം വരെ സാധാരണ ജീവിതം നയിച്ച ഭർത്താവിനെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ സംശയിച്ചില്ലെന്ന് മാത്രമല്ല, സമാശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഭയക്കാതിരിക്കുക, തീർച്ചയായും അള്ളാഹു താങ്കളെ ഈ സമുദായത്തിലെ ഒരു പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നിസ്സംശയം അള്ളാഹു താങ്കളെ നിന്ദിക്കുകയില്ല. താങ്കൾ സത്യത്തിനു വേണ്ടി പോരാടുന്നു, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, ആവശ്യക്കാർക്ക് നൽകുന്നു. എന്നിട്ട് സത്യവിശ്വാസം ഖദീജ റളിയല്ലാഹു അൻഹ പിന്നീട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആത്മാർത്ഥ സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും താമസിക്കാതെ മടിച്ചു നിൽക്കാതെ ഈ സത്യവിശ്വാസം വാരി പുണരുകയാണ് ഉണ്ടായത്. പ്രവാചകന്റെ വളർത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഈ വിശ്വാസം വാരി പുണർന്നു. പ്രവാചകന്റെ ബന്ധുവായ 16 വയസ്സുള്ള അലി റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞു, പിതാവിന്റെ അനുവാദം ചോദിച്ച ശേഷം ഞാൻ ഈ വിശ്വാസം സ്വീകരിക്കാമെന്ന്. എന്നാൽ അടുത്ത നിമിഷത്തിൽ തന്നെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് പിതാവിന്റെ അനുവാദത്തോടെയല്ലോ, അതുകൊണ്ട് ഈ വിശ്വാസം സ്വീകരിക്കുന്നതിന് പിതാവിന്റെ അനുവാദം ആവശ്യമില്ല എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവും ഈ വിശ്വാസം വാരി പുണരുകയാണ് ഉണ്ടായത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, നൂറ്റാണ്ടുകളായി തലമുറകളിലൂടെ കൈമാറി വന്നൊരു വിശ്വാസം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആകാശത്തിൽ നിന്നും വചനങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരും ഉപേക്ഷിക്കുകയില്ല, മറ്റൊരു വിശ്വാസം സ്വീകരിക്കുകയുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിൽ ഏറ്റവും അടുത്തവർ ഈ വിശ്വാസം സ്വീകരിക്കുവാനുള്ള കാരണം ഇസ്ലാമിക ദർശനത്തിന്റെ അജയ്യതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുമാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഒരു കളവ് പറയുകയില്ല എന്ന് അവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. പ്രവാചകന്റെ വളർത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഏതോ ദുഃഖകരമായ നിമിഷത്തിൽ മകനെ നഷ്ടപ്പെട്ട പിതാവ് അവസാനം പ്രവാചകന്റെ അടുത്ത് തന്റെ പുത്രനുണ്ടെന്നറിഞ്ഞ് അവിടെ വന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്നോടൊപ്പം വരുവാൻ. വിസമ്മതിച്ച മകന്റെ മുഖത്ത് നോക്കി ദുഃഖത്തോടെയും അതുപോലെ തന്നെ ദേഷ്യത്തോടുകൂടിയും പിതാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, സെയ്ദേ, നീ ബന്ധുവിനേക്കാൾ അപരിചിതരെയും സ്വാതന്ത്ര്യത്തെക്കാൾ അടിമത്തവുമാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. അതിന് സെയ്ദ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണ്? പിതാവേ, ഞാൻ ബന്ധുക്കളെ ഇഷ്ടപ്പെടുന്നു, സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ എല്ലാത്തിനും ഉപരിയായി മുഹമ്മദ് എന്ന മനുഷ്യനിൽ കുടികൊള്ളുന്ന നന്മയെ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് പ്രവാചകനെ പരിചരിച്ചിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരിക്കൽ പോലും ഇന്ന പ്രവൃത്തി ചെയ്തില്ല എന്നതിൻ്റെ പേരിലോ ഇന്ന പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ പേരിലോ എന്നെ പ്രവാചകൻ ഒരിക്കലും ശാസിച്ചിട്ടില്ല എന്ന്. ഇനി പ്രവാചകന്റെ ശത്രുക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനമുണ്ടായിരുന്നു. അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിലും തർക്കങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മധ്യസ്ഥനായി അവർ സ്വീകരിച്ചിരുന്നു. അന്നത്തെ ലോകമഹാശക്തിയായ റോമിലെ ഹെറാക്ലിയസിന്റെ പ്രൗഢഗംഭീരമായ കൊട്ടാരത്തിലേക്ക് പ്രവാചകന്റെ കഠിന ശത്രുവായ അബൂ സുഫിയനെ വിളിച്ചു വരുത്തിക്കൊണ്ട് മുഹമ്മദിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയൻ സമർപ്പിച്ച സാക്ഷിപത്രം എന്തായിരുന്നു? മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, കരാർ ലംഘനം നടത്തിയിട്ടില്ല. ഒരു ശത്രുവിന്റെ വായിൽ നിന്ന് കെട്ടി വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചക്രവർത്തി അത്ഭുതപ്പെടുത്തുകയും മുഹമ്മദിന്റെ അടുത്തെത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ പാദങ്ങൾ ഞാൻ കഴുകിക്കൊടുക്കുമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. മറ്റു ശത്രുക്കൾക്കും പ്രവാചകനോട് ബഹുമാനമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഭൗതിക മോഹത്തിൻ്റെയോ വിശ്വാസരാഹിത്യത്തിൻ്റെയോ വഞ്ചനയുടെയോ ഒരു ലാഞ്ചനയെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ ആയിരക്കണക്കിനായ പ്രവാചകനുയായികൾ അവരുടെ ജീവനും കുടുംബവും സർവസ്വവും ഇസ്ലാമിന് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറാകുമായിരുന്നോ? ഒരിക്കലുമില്ല.
അവരുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പ്രവാചക ഹസ്തങ്ങളിൽ ഒരിക്കലും അർപ്പിക്കുമായിരുന്നില്ല. ആദ്യകാല വിശ്വാസികളുടെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. കുന്തങ്ങൾ ശരീരത്തെ പിച്ച് ചീന്തിയപ്പോഴും ഇസ്ലാമിക ആദർശങ്ങളിൽ നിന്നും വ്യതിചലിക്കുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ച സുമയ്യ റളിയല്ലാഹു അൻഹ കാലുകൾ രണ്ടൊട്ടകങ്ങളുമായി ബന്ധിച്ച് അവ എതിർ ദിശകളിലേക്ക് അടിച്ചോടിച്ചപ്പോഴും പ്രവാചകനെ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ചു പറഞ്ഞ യാസിർ റളിയല്ലാഹു അൻഹു അവയവങ്ങൾ ഓരോന്നായി ഛേദിക്കുമ്പോൾ ഖുറൈശികൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, ഖുബൈബേ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ നിർത്തിക്കൊണ്ട് നിന്നെ നിന്റെ ഭാര്യയുടെയും സന്താനങ്ങളുടെയും അടുത്തേക്ക് പറഞ്ഞുവിടുന്നത് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അസഹ്യമായ വേദനയിൽ നിന്നും ക്രൂരമായ പീഡനത്തിൽ നിന്നും മോചനം നേടി സ്നേഹം നിറഞ്ഞ ഭാര്യയുടെ അടുത്തെത്തുവാൻ ഏത് ഭർത്താവാണ് കൊതിക്കാത്തത്? സന്താനങ്ങളുടെ അടുത്തെത്തുവാൻ ഏത് പിതാവാണ് മോഹിക്കാത്തത്? എന്നാൽ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദിന്റെ മേത്തൊരു മുള്ളെങ്കിലും തറയ്ക്കുന്നത് തടയുവാൻ എന്നെയും എൻ്റെ ഭാര്യയെയും സന്താനങ്ങളെയും ബലി കൊടുക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞില്ലേ, ഞാനൊരു മുസ്ലിമായിട്ടാണ് വധിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ ഏത് രീതിയിൽ വധിക്കപ്പെടുന്നു എന്നതെനിക്കൊരു പ്രശ്നമല്ല. കാരണം അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ എൻ്റെ കൊത്തി നുറുക്കിയ അവയവങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ പോലും അവൻ അനുഗ്രഹം ചൊരിയുവാൻ സാധിക്കും. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന് മുസ്ലിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ താങ്കൾ നയിച്ചുകൊള്ളൂ, ഞങ്ങൾ താങ്കളുടെ മുന്നിലും പിന്നിലും ഇടതും വലതും നിന്ന് പോരാടുമെന്ന്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പ്രവാചകരെ, താങ്കൾ ഒരു സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് നയിച്ചാലും യാതൊരു സങ്കോചവും കൂടാതെ അതിൻ്റെ ആഴങ്ങളിൽ ഞങ്ങൾ ഊളിയിടുമെന്ന്. ഭർത്താവും പുത്രനും സഹോദരനും രണാങ്കണ ഭൂമിയിൽ നിൽക്കുമ്പോഴും ആ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്ത സന്ദേശവാഹകൻ വന്ന് നൽകുകയാണ്, ഓരോരുത്തരായി രക്തസാക്ഷിത്വം വരിച്ചുവെന്ന്. എന്നാൽ ഹിന്ദ് എന്ന വിശ്വാസിനി അതിനെ സംബന്ധിച്ചോർത്ത് കണ്ണുനീര് വാർക്കുന്നില്ല, മറിച്ച് ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ത് സംഭവിച്ചുവെന്ന്. മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എത്ര കാണിച്ചു തരുവാൻ സാധിക്കും? അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മരിച്ചവർക്ക് ജീവൻ നൽകിയ, അന്ധന് കാഴ്ച നൽകിയ, ബദിരന് കേൾവി നൽകിയ ജീസസ് ക്രൈസ്റ്റ്, ഈസാ നബി അലൈഹിസ്സലാമിന് പരിമിതമായ അനുയായികളെ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തുവെന്നും ഗത്സമനെ തോട്ടത്തിൽ വെച്ച് റോമൻ പടയാളികളാലും യഹൂദരാലും മഹാനായ ജീസസ് ക്രൈസ്റ്റ് ഈസാ നബി അലൈഹിസ്സലാം വളയപ്പെട്ടുവെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിൽ യേശുവിനെ സംരക്ഷിക്കേണ്ടിയിരുന്ന, യേശുവിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടിയിരുന്ന അനുയായികൾ എല്ലാവരും അവിടെ നിന്നോടി രക്ഷപ്പെട്ടുവെന്ന് മത്തായി സുവിശേഷം 26 അധ്യായത്തിലെ 56 വചനവും ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിലെ 40 വചനവും രേഖപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം തീർത്തും വ്യത്യസ്തമായിരുന്നു. ഖുറൈശികൾ ഉഹദ് യുദ്ധത്തിൽ മലമുകളിൽ നിന്നും ശരവർഷം ആരംഭിച്ചപ്പോൾ പ്രവാചകന്റെ ചുറ്റും അനുയായികൾ ഒരു മനുഷ്യ കവചം തീർത്തില്ലേ? പലരും മരിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തും സംഭവിക്കാവുന്ന നിർണായകമായൊരു ഘട്ടത്തിലല്ലേ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്ന് പ്രവാചകന്റെ മുൻപിൽ നിന്നത്. അമ്പുകൾ അദ്ദേഹത്തെ തുളച്ചു കയറി, മൂർച്ചയേറിയ വാളുകൾ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കി. അപ്പോഴും ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ പ്രകാശവും മുഖത്ത് തിളക്കവുമായിരുന്നു. യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോൾ ഒരുപാട് മുറിവുകളുമായി കിടക്കുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയാണ് അവർ കണ്ടത്. കൂരമ്പുകൾ തുളഞ്ഞു കയറിയപ്പോൾ വേദനിച്ചില്ലേ എന്ന സുഹൃത്തുക്കളുടെ ചോദ്യത്തിനുത്തരമായി അസഹ്യമായ വേദന കൊണ്ട് പുളയുമെന്ന് തോന്നി. എന്നാൽ ഞാനൊന്നണങ്ങിയാൽ അമ്പുകൾ തറയ്ക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ദേഹത്തായിരിക്കുമെന്ന ചിന്ത എൻ്റെ മനസ്സിലുദിച്ചു. പിന്നെ എൻ്റെ മനസ്സ് പതറിയില്ല, ശരീരം അനങ്ങിയില്ല, നോവ് തോന്നിയില്ല എന്ന്. ശത്രുക്കളുടെ പരമോന്നത ലക്ഷ്യമായ പ്രവാചക വധത്തിനു വേണ്ടി അമ്പുകൾ പായിക്കുമ്പോഴും അത് മത്സര ബുദ്ധിയോടെ ഏറ്റുവാങ്ങിയ പ്രവാചക അനുയായികളുടെ മുതുകുകളെ ചരിത്രകാരനായ ഫിലിപ്പ് കെ കിറ്റി വിവരിക്കുന്നത് മുള്ളൻ പന്നിയുടെ മുതുകിലെ മുള്ളുകളോടാണ്. ഒരു വ്യാജവാദിയായിരുന്നുവെങ്കിൽ, ഒരു വ്യാജപ്രവാചകനായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാൻ അനുയായികൾ തയ്യാറാകുമായിരുന്നോ? ഒരിക്കലുമില്ല. എന്നിട്ടും ചില വിമർശകർ പറയുന്നു മുഹമ്മദ് ഒരു വ്യാജവാദിയാണെന്ന്.
ഞങ്ങൾ ദൈവങ്ങളാണെന്നും ദൈവാവതാരങ്ങളാണെന്നും പുത്രന്മാരാണെന്നും ഞങ്ങൾക്ക് അമാനുഷിക സിദ്ധികളുണ്ടെന്നും രോഗം മാറ്റുവാനും ഭാവി പ്രവചിക്കുവാനും ഐശ്വര്യം വരുത്തുവാനും ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന മനുഷ്യ ദൈവങ്ങളും കുട്ടി ദൈവങ്ങളുമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ഞാൻ ദൈവമാണെന്ന്, ഞാൻ ദൈവപുത്രനാണെന്ന്, എനിക്ക് അമാനുഷിക സിദ്ധികളുണ്ടെന്നും എനിക്ക് രോഗം മാറ്റുവാനും ഐശ്വര്യം വരുത്തുവാനും ഭാവി പ്രവചിക്കുവാനും കഴിവുണ്ടെന്നും പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞു, ഞാൻ ആദ്യവും അവസാനവും ദൈവത്തിൻ്റെ ദാസനും പിന്നെ പ്രവാചകനുമാണെന്ന്. എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജവാദിയായിരുന്നില്ല. ഒരു വ്യാജവാദിയായിരുന്നുവെങ്കിൽ രാത്രി കാലങ്ങളിൽ കാലുകളിൽ നീര് കെട്ടുന്ന രീതിയിൽ ആ മനുഷ്യൻ നിന്ന് നമസ്കരിക്കുമായിരുന്നോ? മരണശയ്യയിൽ കിടക്കുമ്പോൾ അസഹ്യമായ വേദന കൊണ്ട് പൊളയുന്ന ഘട്ടത്തിലല്ലേ പ്രവാചകൻ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, യേശുവിനെ ക്രിസ്ത്യാനികൾ ദൈവമാക്കിയതുപോലെ എന്നെ മുസ്ലിങ്ങൾ ദൈവമാക്കരുതേ, എൻ്റെ മരണശേഷം ഖബറിടം കെട്ടിപ്പൊക്കി ഒരു ആരാധനയിടമാക്കരുതേ എന്ന്. പ്രവാചകൻ ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ പൊന്നുമകൻ, ആ മകൻ ഇബ്രാഹിം എന്ന പേരിട്ടു. ആ കുഞ്ഞിനെ പ്രവാചകൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ആ കുഞ്ഞ് കണ്ണിൽ ഒരു കണ്ണുനീരുണ്ടായാൽ പ്രവാചകന്റെ മനസ്സിൽ കാർമേഘങ്ങൾ ഉണ്ടാകും. ആ കുഞ്ഞു മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹൃദയത്തിൽ 1000 വർണ്ണങ്ങൾ വിടരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 1.5 വയസ്സായപ്പോൾ ഇബ്രാഹിം മരിക്കുന്നു. ആ പിഞ്ചു മൃതശരീരം കൈകളിൽ എടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞില്ലേ, ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്, എൻ്റെ കണ്ണുകൾ നിറയുകയാണ്, കരൾ തേങ്ങുകയാണ്. എങ്കിലും എൻ്റെ നാഥന് ഇഷ്ടപ്പെടാത്തൊരു വാക്കുപോലും എൻ്റെ ചുണ്ടിൽ നിന്നും വീഴുകയില്ല എന്ന്. അപ്പോഴാണ് വാർത്ത വരുന്നത്, യാദൃശ്ചികമായ ഒരു ഗ്രഹണം സംഭവിച്ചിരിക്കുന്നുവെന്ന്. ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവം. പ്രവാചകൻ ഒരു വ്യാജവാദിയായിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അതേ, ഞാൻ ദൈവമാണ്, ദൈവപുത്രനാണ്, അമാനുഷിക സിദ്ധികളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകൻ മരിച്ചപ്പോൾ ഗ്രഹണം സംഭവിച്ചതെന്ന് പറയേണ്ടിയിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല ചെയ്തത്. പുത്ര ദുഃഖം കൊണ്ട് ഹൃദയം നീറിയിരിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നവരെ ബോധവൽക്കരിച്ചു. സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണെന്നും ആരുടെയും ജനനമോ മരണമോ ആയി ബന്ധപ്പെട്ട് അതിന് ഗ്രഹണം സംഭവിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മക്കയിലെ പ്രമുഖരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് വന്നാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഓർത്തിരുന്ന പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ചോദിച്ച് അന്ധനും ദരിദ്രനുമായ മനുഷ്യൻ വന്നപ്പോൾ ഒന്ന് മുഖം തിരിക്കുവാൻ മറന്നുപോയതിൻ്റെ പേരിൽ പ്രവാചകനെ തിരുത്തിക്കൊണ്ടുള്ള വചനങ്ങൾ വന്നു. പ്രവാചകൻ ഒരു വ്യാജവാദിയായിരുന്നുവെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാമായിരുന്നില്ലേ? പ്രവാചകൻ അത് പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. സാധാരണ എന്തിന് നുണ ആളുകൾ പറയണം? വ്യാജവാദിയായിട്ട് അഭിനയിക്കണം, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകത്വം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? 40-ാം വയസ്സിൽ അള്ളാഹു മുഹമ്മദ് എന്ന വ്യക്തിയെ പ്രവാചകനായി തിരഞ്ഞെടുക്കുമ്പോൾ മുഹമ്മദ് ധനികനായിരുന്നു, സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു. പ്രവാചകനായ ശേഷം പ്രബോധനത്തിന്റെ പ്രകമ്പനങ്ങളിലേക്ക് എടുത്തു ചാടേണ്ടി വന്നു. നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നു, മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നു, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവസാന നാളുകളിൽ അറേബ്യയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിലെ സർവ്വസൈന്യാധിപന എന്ന നിലയിൽ നിൽക്കുമ്പോഴും പ്രവാചകൻ എളിയ ജീവിതമല്ലേ നയിച്ചത്? പിന്നിയ തൻ്റെ വസ്ത്രങ്ങളും തുന്നൽ വിട്ട തൻ്റെ ചെരുപ്പും സ്വയം തുന്നി, ആടിനെ കറന്നു, വീടിൻ്റെ നിലം തൂത്തു, അടുപ്പിലെത്തി കത്തിച്ചു. ഭക്ഷണം പലപ്പോഴും ഈന്തപ്പഴവും വെള്ളവുമായിരുന്നു. വസ്ത്രവും അതുപോലെ തന്നെ കീറിയ വസ്ത്രങ്ങളും കിടക്ക പനയോലയും തലയിണ കൈകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൊന്നുമകൾ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ മാവരച്ച് പൊള്ള വീണിരുന്നു, വെള്ളം ചുമന്ന് തോളിൽ പാട് വീണിരുന്നു, വസ്ത്രം മുഷിഞ്ഞിരുന്നു. ഒരു വൃദ്ധിയെ തരണമെന്ന ന്യായമായ അവരുടെ ആവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരസിക്കുകയാണ് ഉണ്ടായത്. അന്ത്യശ്വാസം വലിക്കുമ്പോൾ പ്രവാചകൻ
ധരിച്ചിരുന്ന വസ്ത്രം കീറിയതും പിന്നിയതുമായിരുന്നു. ആകെയുണ്ടായിരുന്നത് കുറച്ച് നാണയത്തുട്ടുകൾ. അതിലൊരു ഭാഗം കടം വീട്ടുവാനും മറ്റേത് ചോദിച്ച് വന്നൊരു വ്യക്തിക്കും നൽകി. ഈ ലോകത്ത് നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോൾ ലോകം പ്രവാചകന്റെ കാൽ കീഴിലും ഒരു ദിനാർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അക്കൗണ്ടിലും ഇല്ലായിരുന്നു. അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ ചൂണ്ടിയാണ് ഒരു വ്യാജവാദി എന്ന ആളുകൾ വിളിക്കുന്നതും അമിതമായ ലൈംഗിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിച്ച വ്യക്തി എന്ന് ആക്ഷേപിക്കുന്നതും വ്യഭിചാരത്തിൻ്റെയും നഗ്നതാ പ്രദർശനത്തിൻ്റെയും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളുടെയും കൂത്തരങ്ങായിരുന്നൊരു സമൂഹത്തിൽ ജനിച്ചിട്ടും വളർന്നിട്ടും 25-ാം വയസ്സിൽ വിവാഹം കഴിക്കുന്നതുവരെയും വിവാഹിതനായ ശേഷവും നിയമാനുസൃതമായിട്ടല്ലാത്ത ഒരു ലൈംഗിക ബന്ധം പോലും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ശത്രുക്കൾ പോലും പറയുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് അമിതമായ ലൈംഗിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിച്ച വ്യക്തിയാകുന്നത്? സുന്ദരനും ആരോഗ്യവാനും യുവാവുമായ മുഹമ്മദിനെ വിവാഹം കഴിക്കുവാൻ സുന്ദരികളായ കന്യകകൾ ഉണ്ടായിട്ടും തൻ്റെ 25-ാം വയസ്സിൽ 40 വയസ്സും 2 പ്രാവശ്യം വിധവയും 3 സന്താനങ്ങളുടെ മാതാവുമായ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും ബഹുഭാര്യാത്വം സർവ്വസാധാരണവും ഭാര്യയിൽ നിന്നും ആൺകുഞ്ഞ് പിറക്കുന്നില്ല എങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക അനിവാര്യവുമെന്ന് കരുതിയിരുന്നൊരു സമൂഹത്തിൽ വളർന്നിട്ടും ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിന്റെ കാലഘട്ടത്തിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അമിതമായ ലൈംഗിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിച്ച വ്യക്തിയാകുന്നത്? അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും പിന്മാറിയാൽ മക്കയിലെ ഭരണാധികാരിയാക്കാമെന്നും ഏറ്റവും സുന്ദരികളായ തരുണീമണികളെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന ആരെയും ആകർഷിക്കുന്ന ഖുറൈശികളുടെ വാഗ്ദാനത്തെ പുച്ഛിച്ചു തള്ളുകയും വലങ്കയിൽ സൂര്യനും ഇടങ്കയിൽ ചന്ദ്രനും വെച്ച് നൽകിയാൽ പോലും ഈ ആദർശത്തിൽ നിന്നും ഞാൻ വ്യതിചലിക്കുകയില്ലെന്നും ഒന്നുകിൽ ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ രക്തസാക്ഷിത്വം വരിക്കുമെന്ന് പറഞ്ഞ ഈ ആദർശധീരൻ എങ്ങനെയാണ് കാമാസക്തിക്ക് അടിമയാകുന്ന വ്യക്തിയായി തീരുന്നത്? പരിമിതമായ മുസ്ലിങ്ങൾ മാത്രമുള്ളപ്പോൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ആഡംബര ജീവിതങ്ങളെയും അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കുവാനും ആ ദീനിനനുസൃതമായി ജീവിക്കുവാനും ത്യജിച്ച സത്യവിശ്വാസിനികളെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരിൽ ചിലരെ വിവാഹം കഴിച്ചതാണോ പ്രവാചകൻ ചെയ്ത തെറ്റ്? വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമുള്ള കാലഘട്ടത്തിൽ സത്യനിഷേധികൾ അഴിച്ചുവിട്ട അക്രമങ്ങളിൽ വധിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ നിരാലംബരായ തീർന്ന വിധവകളെയും അനാഥകളെയും സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ സത്യനിഷേധികളായ അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് പോകുവാനും ഇസ്ലാമിക വിശ്വാസം ഉപേക്ഷിക്കുവാനും അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഒഴിവാക്കുവാനായി അവരിൽ ചിലരെ, അതും വൃദ്ധകളെ പോലും വിവാഹം കഴിച്ച് അവരുടെ സന്താനങ്ങളെ സംരക്ഷിച്ചതാണോ പ്രവാചകൻ ചെയ്ത കുറ്റം? അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരിക്കെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ വെച്ച് പോലും പരസ്ത്രീകളുമായി ബന്ധപ്പെടുകയും ആ ബന്ധങ്ങളെ സംബന്ധിച്ച് കളവ് പറയുകയും പിന്നീട് ആ ബന്ധങ്ങൾ വിവരിച്ചുകൊണ്ട് ഗ്രന്ഥം രചിക്കുകയും അതിലൂടെ മില്യൺ കണക്കിന് ഡോളറുകൾ സമ്പാദിക്കുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റിനെ വാനോളം പുകഴ്ത്തുന്ന ധാർമ്മിക വാദികൾക്കൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ത്യാഗം മനസ്സിലാകണമെന്നില്ല. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. യാതൊരു ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാതെ കാമാസക്തിക്ക് വേണ്ടി മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിൽ കുറ്റം കാണാതിരിക്കുകയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിധവകളെയും അനാഥകളെയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നതിൽ തെറ്റ് കാണുകയും തങ്ങളുടെ പ്രസിഡന്റ് എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല എന്നും, എന്നാൽ വിവാഹിതനായ ഒരു പ്രസിഡന്റ് ഒരു അനാഥയെ സംരക്ഷിക്കുവാൻ, ഒരു വിധവയെ സംരക്ഷിക്കുവാൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ അയാളെ ഇംപീച്ച് ചെയ്യണമെന്ന് പറയുന്നവർക്ക് പ്രവാചകൻ കാമാസക്തിക്ക് അടിമയായ വ്യക്തിയാകാം, യുദ്ധക്കൊതിയനുമാകാം. ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന് ഉത്ബോധിപ്പിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ മർദ്ദിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു, നാടുകളിൽ നിന്ന് പുകച്ചു പുറത്താക്കി മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി ജീവിക്കേണ്ട സാഹചര്യമുണ്ടായി. എന്നിട്ടും പക തീരാതെ പ്രതികാരത്തിൻ്റെ കരാളഹസ്തങ്ങൾ അഭയം നൽകിയ നാടുകളിലേക്ക് കൂടി നീട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം പ്രതിരോധിച്ചതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത തെറ്റ്? ഭാര്യയെ രക്ഷിക്കുവാൻ ശ്രീരാമൻ ചെയ്ത യുദ്ധത്തെയും പാണ്ഡവർക്ക് രാജ്യഭരണം തിരിച്ചു നൽകുവാൻ
ശ്രീകൃഷ്ണൻ തേരാളിയായി നയിച്ച യുദ്ധത്തെയും അതുപോലെ തന്നെ ചൂഷണക്കാരായ കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്നും അടിച്ചോടിക്കുവാൻ ചാട്ടവാറെടുത്ത യേശുവിനെയും ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച യുദ്ധങ്ങളുടെ പേരിൽ പ്രവാചകനെ യുദ്ധക്കൊതിയനായി ചിത്രീകരിക്കുവാൻ സാധിക്കുന്നത്? തനിക്കെതിരെ വ്യക്തിപരമായി നടന്നിട്ടുള്ള അക്രമങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളുടെ പേരിലോ പ്രവാചകൻ ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല. എന്നാൽ അള്ളാഹുവിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചിട്ടുണ്ട്. ഹബ്രാർ എന്നൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പുത്രി സൈനബ് റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒട്ടകത്തിലേക്ക് കയറുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് തള്ളിയിട്ടു. അത് കാരണമായി പിന്നീട് സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് ഹബ്രാർ ഒരു തടവുകാരനായി പിടിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുൻപിൽ ഹാജരാക്കിയപ്പോൾ അയാൾ മാപ്പപേക്ഷിച്ചു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ഓർമ്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. സൈനബ് ഒരു കുഞ്ഞായിരുന്നപ്പോൾ പ്രവാചകൻ എടുത്തുകൊണ്ട് നടന്നതും, കുട്ടിയായിരുന്നപ്പോൾ തന്നോടൊപ്പം ഓടിക്കളിച്ചതും, വളർന്നപ്പോൾ തൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചതും, അവസാനം മരിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മകളുടെ മുഖമെല്ലാം പ്രവാചകന്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. ഒരു പിതാവിനും മാപ്പ് കൊടുക്കുവാൻ സാധിക്കാത്ത അതിക്രമം ചെയ്ത ഹബ്രാർ എന്ന വ്യക്തിക്ക് പോലും മാപ്പ് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പ്രതികാരദാഹിയായിരുന്നില്ല. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ തടവിലാക്കിയ യഹൂദ പണ്ഡിതന്റെ നേരെ ആഞ്ഞു ചെന്ന അനുയായികളെ തടഞ്ഞുകൊണ്ട് കടം നൽകിയത് ചോദിക്കുവാനുള്ള അവകാശം അയാൾക്കും നൽകുവാനുള്ള ബാധ്യത എനിക്കുമുണ്ടെന്ന് പറഞ്ഞ് മധ്യാഹ്നം മുതൽ പിറ്റേന്ന് പ്രഭാതം വരെയും അയാളുടെ തടവിൽ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഘട്ടത്തിലും തടവിൽ നിന്നും മോചനം നേടുവാനുള്ള അധികാരവും എന്തിനും പോന്ന അനുയായികളും ഉണ്ടായിട്ടും സത്യത്തിനും നീതിക്കും വേണ്ടി അയാളുടെ തടവിൽ കഴിഞ്ഞ പ്രവാചകന്റെ നീതിബോധം ആ യഹൂദ പണ്ഡിതനെ പരിവർത്തിപ്പിക്കുകയും അയാളുടെ സർവ്വസമ്പത്തും കണ്ണുനീരോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാൽക്കൽ അർപ്പിക്കുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ ഉന്നതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പ്രതികാരദാഹിയായിരുന്നില്ല. ഖുറൈശികളുടെ മർദ്ദനങ്ങൾ അസഹ്യമായ ഘട്ടത്തിൽ മനഃശാന്തിക്ക് വേണ്ടി വിശുദ്ധ കഅബാലയത്തിൽ കടന്ന് പ്രാർത്ഥിക്കണമെന്ന ഉത്കടമായ ആഗ്രഹം പ്രവാചകനുണ്ടാവുകയും താക്കോൽ സൂക്ഷിപ്പുകാരനായി ഉസ്മാനെ സമീപിച്ചുകൊണ്ട് ആ താക്കോൽ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. ഉസ്മാൻ താക്കോൽ നൽകിയില്ലെന്ന് മാത്രമല്ല, കഠിനമായ ഭാഷയിൽ പ്രവാചകനെ അപമാനിക്കുകയും അവഹേളിക്കുകയുമാണ് ചെയ്തത്. അപമാനം അസഹ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ, ഈ താക്കോൽ എൻ്റെ കരങ്ങളിൽ വന്നു ചേരുന്ന ഒരു സമയമുണ്ടാകും. അന്ന് ഈ താക്കോൽ ആർക്ക് നൽകണമെന്ന് ഞാനായിരിക്കും തീരുമാനിക്കുക എന്ന്. താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്ന ഉന്നത പദവിക്ക് ആരെയെങ്കിലും നിയമിക്കുവാനുള്ള അധികാരം ഒരിക്കലും നിസ്സാരനായി അദ്ദേഹം കരുതിയ മുഹമ്മദിനുണ്ടാവുകയില്ല എന്ന് കരുതി ഉസ്മാൻ പറഞ്ഞു. അന്ന് ഖുറൈശികളുടെ നാശത്തിൻ്റെയും അപമാനത്തിൻ്റെയും ദിനമായിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉസ്മാൻ, അന്ന് മുസ്ലിങ്ങൾ ജീവിക്കുന്നവരും അന്തസ്സുള്ളവരുമായിരിക്കുമെന്ന്. വർഷങ്ങൾ കഴിഞ്ഞ് മക്ക വിജയവേളയിൽ ഒരു ഭരണാധികാരിയുടെ എല്ലാ അധീശാധികാരങ്ങളോടുകൂടിയും പ്രവാചകൻ വിശുദ്ധ കഅബാലയത്തിൽ വന്ന് താക്കോൽ സൂക്ഷിപ്പുകാരനോട് താക്കോൽ കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ പഴയ ഉസ്മാൻ വന്ന് താക്കോൽ ഏൽപ്പിക്കുന്നു. കഅബാലയത്തിൽ കടന്ന് പുറത്തു വന്നപ്പോൾ പ്രവാചകന്റെ മകളുടെ ഭർത്താവും ബന്ധുമായ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞങ്ങളുടെ ഗോത്രത്തെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്ന ഉന്നത പദവിക്ക് താങ്കൾക്ക് നിയമിച്ചുകൂടെ എന്ന്. പ്രവാചകൻ താക്കോൽ നൽകിയില്ല. മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത് ഉസ്മാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, താക്കോൽ എടുത്തുകൊള്ളൂ, ഇത് വാഗ്ദാന പാലനത്തിന്റെ ദിനമാണ് എന്ന്. പ്രതികാരം എന്തെന്നറിയാത്ത പ്രവാചകന്റെ നിസ്തുല നീതിബോധത്തിന്റെ പ്രതീകമാണ് ഈ സംഭവം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പ്രതികാരദാഹിയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിടിച്ചു കൊടുത്താൽ 100 ഒട്ടകങ്ങൾ പ്രതിഫലമായി നൽകാമെന്ന ഖുറൈശികളുടെ വാഗ്ദാനത്തിൽ ആകൃഷ്ടനായി പ്രവാചകന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന സുറാഖി എന്ന വ്യക്തി, എന്നാൽ അടുത്തെത്തുന്നതിന് മുൻപ് അയാളുടെ കുതിരയുടെ നിയന്ത്രണം തെറ്റുകയും അയാൾ നിലത്ത് മലർന്നടിച്ചു വീണു. നിസ്സഹായനായി കിടക്കുന്ന, വിറങ്ങലിച്ച് കിടക്കുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാതൊരു പ്രതികാരദാഹവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ,
പേർഷ്യൻ ചക്രവർത്തിയുടെ കൈകളിൽ അണിയുന്ന വളകൾ താങ്കൾക്ക് സമ്മാനമായി ലഭിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. ശിരസിന്റെ മുകളിൽ ആകാശ നീലിമയുടെ മേലാപ്പല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു അഭയാർത്ഥിയായ മനുഷ്യൻ അന്നത്തെ ലോകമഹാശക്തിയായ ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലേന്തിയ സ്വച്ഛാധിപതിയായ ചക്രവർത്തിയുടെ കൈകളിൽ അണിയുന്ന വളകൾ സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞതൊരു തമാശയായിട്ടേ സുറാഖയ്ക്ക് തോന്നിയുള്ളൂവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് 4 വർഷം തികയുന്നതിന് മുൻപ് പേർഷ്യൻ സാമ്രാജ്യം മുസ്ലിങ്ങളുടെ മുൻപിൽ കീഴടങ്ങുകയും ആ ചക്രവർത്തിയുടെ വളകൾ ഒരു മുസ്ലിം പടയാളി മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് മഹാനായ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ കൊണ്ടുവന്നു വെച്ചു. പ്രവാചകന്റെ വാഗ്ദാനം ഓർമ്മ വന്ന അമീറുൽ മുഅ്മിനീൻ സുറാഖയെ വിളിച്ച താക്കോൽ നൽകുകയാണ് ഉണ്ടായത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, തന്നെ പിടിച്ചു കൊടുത്താലുള്ള പ്രതിഫലം ആഗ്രഹിച്ച അത്യാർത്ഥിയോടെ വന്ന മനുഷ്യൻ നിസ്സഹായനായി കിടക്കുമ്പോൾ ഇതുപോലൊരു വാഗ്ദാനം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു പ്രതികാരദാഹിയായിരുന്നില്ല. ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരിക്കെ നിറകണ്ണുകളോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ വേദനിപ്പിക്കാം, ഞാൻ ആരെയെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങൾക്കും എന്നെ മർദ്ദിക്കാം, ഞാൻ ആർക്കെങ്കിലും പണം നൽകുവാനുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളൂ, ഞാൻ നൽകാമെന്ന്. ഒരു പ്രതികാരദാഹിയായിരുന്നുവെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പറയുമായിരുന്നില്ല. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെ സമതുലിതാവസ്ഥയോടെ നേരിടുവാൻ കഴിയുന്നതും ഒരു വ്യക്തിയുടെ മഹത്വം തന്നെയാണ്. മലയിടുക്കുകളിൽ പച്ചയില മാത്രം ഭക്ഷിച്ച് കഴിയേണ്ടി വന്നപ്പോഴും, ത്വായിഫിൽ വെച്ച് ശത്രുക്കളുടെ കല്ലേറേറ്റ് ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിച്ചപ്പോഴും, വിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്നതും ബാല്യവും കൗമാരവും പിന്നിട്ട പ്രിയപ്പെട്ട മക്ക പട്ടണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും, പലായന സമയത്ത് ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന ഘട്ടത്തിൽ ശത്രുക്കളുടെ കാൽപെരുമാറ്റം പുറത്തു കേട്ട് മരണം ഏത് സമയവും എത്തി നോക്കാവുന്ന ഘട്ടം എത്തിയപ്പോഴും, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒഴിച്ച് എല്ലാ സന്താനങ്ങളെയും അള്ളാഹു തിരിച്ചു വിളിച്ചപ്പോഴും, തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോഴും, പൊന്നുമകൻ ഇബ്രാഹിം മരിച്ചപ്പോഴും, അതുപോലെ യുദ്ധത്തിൽ പ്രിയപ്പെട്ട പലരും മരിച്ചു വീണപ്പോഴും, വ്യാജപ്രവാചകനും കവിയുമെല്ലാമായി മുദ്രകുത്തപ്പെട്ടപ്പോഴും, സമതുലിതാവസ്ഥയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതെല്ലാം നേരിടുവാൻ സാധിച്ചതും പ്രവാചകന്റെ മഹത്വം തന്നെയാണ് വിളിച്ചോതുന്നത്. അനാഥ കുഞ്ഞുങ്ങളെ കണ്ടാൽ പ്രവാചകൻ അവരുടെ ശിരസിലൂടെ തലോടുമായിരുന്നു. ആരെയെങ്കിലും ശപിക്കുവാൻ പറഞ്ഞാൽ ശപിക്കുവാനായിട്ടല്ല, ഒരു കാരുണ്യമായിട്ടാണ് അള്ളാഹുവിനെ നിയോഗിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഹസ്തദാനം ചെയ്ത കൈ അപരൻ പിൻവലിക്കുന്നതിന് മുൻപ് പ്രവാചകൻ ഒരിക്കലും പിൻവലിച്ചിട്ടില്ല. മറ്റേയാൾ മുഖം തിരിക്കുന്നതിന് മുൻപ് പ്രവാചകൻ ഒരിക്കലും തൻ്റെ മുഖം തിരിച്ചിട്ടുമില്ല. ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്കുടമയാകുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മാനവരിൽ മഹോന്നതൻ. ഇനി മഹത്വത്തിന്റെ രണ്ടാമത്തെ മാനദണ്ഡം നമുക്ക് വിലയിരുത്താം. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉന്നതമായ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ പ്രവാചകന് സാധിച്ചിട്ടുണ്ടോ? അനാഥനായി പിറക്കുക എന്നത് നിസ്സഹായതയുടെ പാരമ്യമാണ്. പ്രവാചകന്റെ ജീവിതം ആരംഭിച്ചത് അപ്രകാരമാണ്. ഈ ലോകത്ത് വന്ന് പിറന്നപ്പോഴേക്കും പിതാവ് മരിച്ചിരുന്നു. അല്പം താമസിയാതെ മാതാവും. അനാഥനായി മരുഭൂമിയിൽ ആടുകളെ മേച്ചു നടന്ന ബാലൻ അവസാനം എത്തിച്ചേർന്നത് ഭൗതികമായ കാഴ്ചപ്പാടനുസരിച്ച് എത്താവുന്ന ഏറ്റവും ഉന്നതമായ പദവി രാജ്യഭരണത്തിലാണ്. നിരക്ഷരനായിട്ടുകൂടി ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിൽ ഒളിഞ്ഞുകിടന്ന നന്മകളെ കണ്ടെത്തുവാനും അസാധാരണ മനുഷ്യരെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തിൽ എത്തിക്കുവാനും സാധിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം ആരംഭിക്കുമ്പോൾ ആ ഗ്രാമീണ ചെറുക്കൻ കരുതുന്നു അവന് ദൈവത്തിൽ നിന്നും വചനങ്ങൾ വീണ് കിട്ടുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ച നാവുകൾ കൊണ്ട് തന്നെ ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ മുഹമ്മദ് അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്ന് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു സൈനിക പരിശീലനവും ലഭിക്കാതെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഗോത്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്നത്തെ ലോകമഹാശക്തികളെ തകർത്ത് തരിപ്പണമാക്കുവാൻ മാത്രം സാധാരണക്കാരെ പ്രാപ്തനാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അഗാധമായ ഗർത്തങ്ങളിൽ വീണുകിടന്നൊരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും യുക്തിഭദ്രമായ ഒരു വിശ്വാസ സംഹിതയുടെ ദീപശിഖ ഏന്തുന്നവരാക്കി തീർത്ത പ്രവാചകൻ സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും അതല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന ഒരു ജനവിഭാഗത്തെ പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും
സ്വർണ്ണചരടിൽ കോർത്തിണക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിലും ലഹരി പദാർത്ഥത്തിലും നീന്തിക്കുളിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് ഒറ്റ ദിനം കൊണ്ട് മദ്യം തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇനി മദ്യം തൊടുക പോലും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുപ്പിച്ച് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം സൃഷ്ടിച്ച പ്രവാചകൻ, സ്ത്രീകളുടെ ആത്മാവില്ല എന്ന് പറഞ്ഞിരുന്നൊരു ജനവിഭാഗത്തെ കൊണ്ട് സ്വർഗം മാതാവിന്റെ കാൽപാദങ്ങളുടെ ചുവട്ടിലാണെന്ന് ബോധ്യപ്പെടുത്തുകയും പെൺകുഞ്ഞിന്റെ ജന്മം ഒരു ശാപവും ദുരന്തവുമായി കണ്ടിരുന്നവരെ കൊണ്ട് പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് അംഗീകരിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്നെയല്ലാതെ ഭാര്യയെയും സന്താനങ്ങളെയും പോലും സ്നേഹിക്കാതിരുന്ന ഒരു ജനവിഭാഗത്തെ പരിവർത്തിപ്പിക്കുകയും വിശ്വസിക്കുന്ന ആദർശത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ പ്രാപ്തനാക്കി തീർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവാചകൻ മാതൃക കാണിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന അനാഥൻ, മുഹമ്മദ് എന്ന നാട്ടിടയൻ, മുഹമ്മദ് എന്ന വ്യാപാരി, മുഹമ്മദ് എന്ന കുടുംബനാഥൻ, മുഹമ്മദ് എന്ന പ്രവാചകൻ, മുഹമ്മദ് എന്ന പ്രഭാഷകൻ, മുഹമ്മദ് എന്ന അഭയാർത്ഥി, മുഹമ്മദ് എന്ന പടയാളി, മുഹമ്മദ് എന്ന സർവ്വസൈന്യാധിപൻ, മുഹമ്മദ് എന്ന ഭരണാധികാരി, മുഹമ്മദ് എന്ന ഭരണതന്ത്രജ്ഞൻ, മുഹമ്മദ് എന്ന ന്യായാധിപൻ, മുഹമ്മദ് എന്ന നിയമജ്ഞൻ, മുഹമ്മദ് എന്ന സ്ത്രീ വിമോചകൻ, മുഹമ്മദ് എന്ന അടിമാമോചകൻ, നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മസംഹിതകൾ ഇത്രയും ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു തീർത്ത മറ്റേത് വ്യക്തിയാണ് ചരിത്രത്തിന്റെ വിരുമാറിലൂടെ കടന്നുപോയിട്ടുള്ളത്? ഇതെങ്ങനെ നേടിയെന്ന് ബോസ്വർത്ത് സ്മിത്ത് പറയുന്നുണ്ട്. വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ബോഡി ഗാർഡ്, വിത്തൗട്ട് എ പാലസ്, വിത്തൗട്ട് എ ഫിക്സഡ് റവന്യൂ, if ever any man had the right to say he ruled by the right divine, it is Muhammad. സ്ഥിരമായൊരു സേനയില്ലാതെ, ഒരു അംഗരക്ഷകൻ പോലുമില്ലാതെ, ഒരു രാജകൊട്ടാരമില്ലാതെ, സ്ഥായിയായൊരു വരുമാനമില്ലാതെ ഒരു മാതൃകാ ഭരണം സംസ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്ന് ആധികാരികമായി ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിന് മാത്രമാണെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു. മുഹമ്മദ് is the most successful of all religious personalities of the world. മതനേതാക്കളിൽ വെച്ച് ഏറ്റവും അധികം വിജയം വരിച്ചത് മുഹമ്മദ് മാത്രമാണെന്ന് The 100 എന്ന ഗ്രന്ഥത്തിൽ മൈക്കൽ എച്ച് ഹാർട്ട് പറയുന്നുണ്ട്, മുഹമ്മദ് is the only man who had been extremely successful in both religious and secular levels. മതവും മതേതരവുമായ മേഖലകളിൽ ഒരുപോലെ വിജയം വരിച്ചത് മുഹമ്മദ് മാത്രമാണ് എന്ന്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉന്നതമായ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് മാനവരിൽ മഹോന്നതൻ. ഇനി മൂന്നാമത്തെ മാനദണ്ഡം നമുക്ക് പരിശോധിക്കാം. പ്രവാചകന്റെ ഉത്ബോധനങ്ങൾ എന്തൊക്കെയായിരുന്നു, നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ ഉത്ബോധനങ്ങളിൽ നിന്നും നേട്ടങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള നന്മകൾ എന്തൊക്കെ? പ്രവാചകനെ സംബന്ധിച്ച് അധികം കേട്ടിട്ടില്ലാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ച് അധികം അറിവില്ലാത്ത മൈക്കൽ എച്ച് ഹാർട്ട് എന്ന വ്യക്തി മനുഷ്യ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അതിൽ 100 വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ സ്വാധീനത്തിന്റെ അളവനുസരിച്ച് അവർക്ക് സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ഏറ്റവും അധികം സ്വാധീനിച്ച, മനുഷ്യ സമൂഹത്തെ സ്വാധീനിച്ച വ്യക്തിയായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഏറ്റവും അധികം ക്രിസ്തുമത വിശ്വാസികളായിരിക്കെ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനുഷ്യ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായി തിരഞ്ഞെടുക്കുന്നതെന്ന ചോദ്യം ഉയരാം. അതിന് അദ്ദേഹം മറുപടി നൽകുന്നു. ഇന്ന് നാം കാണുന്ന ക്രിസ്തുമതത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ യേശുവല്ല, മറിച്ച് സെയിന്റ് പോൾ എന്നറിയപ്പെടുന്ന പോളാണ്. കാരണം അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് ക്രിസ്തുമതത്തിന്റെ അടിത്തറ, യേശുവിൻ്റെതല്ലെന്നും മറ്റൊന്ന് യേശുവിൻ്റെ ഉത്ബോധനങ്ങൾക്ക് പ്രായോഗിക പ്രസക്തിയില്ലെന്നും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണമെന്നും ശത്രുവിനെ സ്നേഹിക്കണമെന്നുള്ള ഉത്ബോധനങ്ങൾ മനോഹരങ്ങളാണെങ്കിലും അവയൊന്നും നാം ജീവിതത്തിൽ പകർത്തുന്നില്ല, മറ്റുള്ളവർ പകർത്തുമെന്ന് നാം കരുതുന്നില്ല, പകർത്തണമെന്ന് സന്താനങ്ങൾ ഉത്ബോധിപ്പിക്കുന്നുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്ബോധനങ്ങൾക്ക് പ്രായോഗിക പ്രസക്തിയുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനത്താൽ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അപകട മരണങ്ങളും കുടുംബ കലഹങ്ങളും നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ്
വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യവും ലഹരി പദാർത്ഥങ്ങളും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന്. പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇന്നുവരെയും വിലയിരുത്തിയാൽ കോടാനുകോടി മനുഷ്യർ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ ഉപയോഗിക്കുന്നില്ല. മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യം വരെയും കോടിക്കണക്കിന് മനുഷ്യർ ഉപയോഗിക്കുകയുമില്ല. ഇത്തരത്തിലൊരു കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ തന്നെ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുമായിരുന്നു. എങ്കിൽ ഒരുപാട് കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കുടുംബ തകർച്ചകളും അപകട മരണങ്ങളും സംഭവിക്കുമായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെയും വിലയിരുത്തിയാൽ എത്രമാത്രം കുറ്റകൃത്യങ്ങൾ തടയപ്പെട്ടിട്ടുണ്ട്, ഇന്ന് തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യം വരെയും തടയപ്പെടുകയും ചെയ്യും. മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെ നന്മ ചെയ്ത മറ്റേത് വ്യക്തിയാണുള്ളത്? മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞ രാഷ്ട്രനായകരുണ്ടാകാം, മത നേതാക്കളുണ്ടാകാം, എന്നാൽ അവരുടെ അനുയായികൾ അത് പിൻപറ്റാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ തത്വങ്ങൾ പിൻപറ്റുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ടെന്ന യാഥാർത്ഥ്യം നിരീശ്വരവാദികൾക്ക് പോലും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ എന്ന ഉത്ബോധനത്തിലൂടെ മനുഷ്യ ദൈവങ്ങളുടെയും കുട്ടി ദൈവങ്ങളുടെയും പുരോഹിതരുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കറുത്ത പിടിയിൽ നിന്നും മനുഷ്യരെ മോചിപ്പിച്ച പ്രവാചകൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണമെന്നും, അതിനാൽ വ്യഭിചരിക്കരുത്, സ്വവർഗരതിയിൽ ഏർപ്പെടരുത്, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്തരുത്, കരിഞ്ചന്ത നടത്തരുത്, പരദൂഷണം പറയരുത്, സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറയരുതെന്ന ഒരുപാട് മനുഷ്യന് നന്മ ലഭിക്കുന്ന ഉത്ബോധനങ്ങളും യുക്തിഭദ്രമായൊരു പരലോക വിശ്വാസവും മനുഷ്യ സമൂഹത്തിന് നൽകിയ പ്രവാചകൻ ജാതി വർഗ വർണ്ണ ദേശജന്മ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം സാഹോദര്യത്തിന്റെ പ്രഭയിൽ ഓരോ വർണ്ണവും വർഗരഹിതവുമായ കുടുംബമാണെന്നും, കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും ധനികനും ദരിദ്രനുമെല്ലാം അള്ളാഹുവിങ്കൽ ആദരണീയരാകുന്നത് ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണെന്നും, മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എതിരായാലും സ്വന്തത്തിനെതിരായാലും ധനികനായാലും ദരിദ്രനായാലും തുല്യമായ നീതി ചെയ്യണമെന്ന ഉത്ബോധനങ്ങളിലൂടെ മനുഷ്യ സമത്വവും നിയമത്തിന്റെ മുൻപിലുള്ള സമത്വവും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച പ്രവാചകൻ നന്മയും തിന്മയും തുല്യമല്ല, തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും ആത്മമിത്രമായി തീരുമെന്നും, ശത്രുവിനെ അടിച്ചമർത്തുന്ന ശക്തനെ അടിച്ചമർത്തുന്നവനല്ല ധീരൻ, മറിച്ച് തിളച്ചു പൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരനെന്നും, വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി പൊരുതുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നും, നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണെന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന്, പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന്, ദാരിദ്ര്യത്തെ ഭയന്ന സന്താനങ്ങളെ നിങ്ങൾ വധിക്കരുതെന്ന്, അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന്, വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് അർഹതയുണ്ടെന്ന്, വിവാഹാലോചന സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും വിവാഹ സമയത്ത് വിവാഹമൂല്യം ലഭിക്കുവാനുള്ള അവകാശമുണ്ടെന്നും, മാതാവെന്ന നിലയിൽ പിതാവിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണെന്നും, മരണാനന്തരം നന്മകൾക്കുള്ള പ്രതിഫലവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനത്തിന് അർഹതയുണ്ടെന്നും ഉത്ബോധനങ്ങൾ എന്നീ ഉത്ബോധനങ്ങളിലൂടെ സ്ത്രീകൾക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ സാധിക്കാത്ത അവകാശങ്ങൾ നൽകിയ പ്രവാചകൻ മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണമെന്നും, സന്താനങ്ങളോടും അതുപോലെ തന്നെ സന്താനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും, അവർക്ക് വിദ്യാഭ്യാസം നൽകണമെന്നും, അവർക്കിടയിൽ തുല്യത കാണിക്കണമെന്നും മാതാപിതാക്കളോടും കൽപ്പിച്ച പ്രവാചകൻ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല, താൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കാത്തിടത്തോളം, താൻ വെറുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വെറുക്കാത്തിടത്തോളം വിശ്വാസിയല്ല എന്നും, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ദാനധർമ്മം ചെയ്യുക, അതിന് കഴിവില്ല എങ്കിൽ അധ്വാനിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നിർവഹിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുക, അതിനും കഴിവില്ല എങ്കിൽ ശരീരം കൊണ്ട് സഹായിക്കുക, അതിനും കഴിവില്ല എങ്കിൽ ഒരാൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക, അതിനും സാധിക്കുന്നില്ല എങ്കിൽ തിന്മയിൽ നിന്നെങ്കിലും മാറി നിൽക്കുക, അതും ദാനധർമ്മമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മൗനത്തേക്കാൾ നല്ലത് ഉന്നതമായ സംസാരമാണെന്നും, എന്നാൽ മൗനമാണ് മോശമായ സംസാരത്തേക്കാൾ നല്ലതും എന്നും,
ഏകാന്തതയേക്കാൾ നല്ലത് നല്ല കൂട്ടുകെട്ടാണെന്നും എന്നാൽ ഏകാന്തതയാണ് മോശമായ കൂട്ടുകെട്ടിനേക്കാൾ നല്ലതെന്നും പഠിപ്പിച്ച പ്രവാചകൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയുവാനുണ്ടാകും. പ്രവാചകന്റെ നിസ്സാരമെന്ന് തോന്നുന്ന ഉത്ബോധനങ്ങൾക്ക് പോലും ഒരുപാട് പ്രായോഗിക പ്രസക്തിയുണ്ട്. ഒരിക്കൽ കുറച്ച് ഗ്രാമീണർ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, താങ്കളുടെ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കാറുണ്ടോ എന്ന്. പ്രവാചകൻ പറഞ്ഞു, അതെ, തീർച്ചയായും. അപ്പോൾ ഗ്രാമീണർ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞങ്ങളത് ചെയ്യാറില്ല. പ്രവാചകന്റെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും കാരുണ്യത്തെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറയുവാൻ സാധിക്കുക? സന്താനങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുവാനുള്ളതല്ല, അത് പ്രകടമാക്കണമെന്ന് പ്രവാചകൻ എപ്പോഴും പറയുമായിരുന്നു. ഇതിൻ്റെ പ്രസക്തി ഞാൻ പറഞ്ഞു തരാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഒരു പ്രശസ്തമായ കമ്പനിയുടെ മേധാവിക്ക് ഒരാൾ വിലയേറിയൊരു സമ്മാനം നൽകിയിട്ട് പറഞ്ഞു, താങ്കൾ ഇത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിക്ക് നൽകുവാൻ. അന്ന് രാത്രി ആ കമ്പനി മേധാവി വീട്ടിൽ വന്നിട്ട് തൻ്റെ ചെറിയ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ ഇത് എടുത്തുകൊള്ളൂ. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ, ഞാൻ തിരക്കുള്ള വ്യക്തിയാണ്, അപൂർവമായി മാത്രമേ നീയുമായി ഞാൻ സംസാരിക്കാറുള്ളൂ. പലപ്പോഴും നിന്നെ വഴക്ക് പറയുവാനാണ് ഞാൻ ആ സമയം ഉപയോഗിക്കാറ്. എന്നാൽ മോനൊന്ന് മനസ്സിലാക്കണം, ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണ്. ആ കുട്ടി പിതാവിൻ്റെ നേരെ തറപ്പിച്ച് നോക്കി. ആ കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറ്റു വീണു. എന്നിട്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, അച്ഛൻ, ഞാൻ വിചാരിച്ചു അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്, ഈ ലോകത്താരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല. പ്രവാചകന്റെ നിസ്സാരമായൊരു ഉത്ബോധനം എത്രമാത്രം പ്രായോഗികമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ജോർജ് ബെർണാഡ് ഷാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് പറഞ്ഞത്, ഐ ഹാവ് സ്റ്റഡിഡ് ഹിം, ദ വണ്ടർഫുൾ മാൻ, ഹി മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മാനവരാശിയുടെ മോക്ഷദായകൻ എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയേണ്ടതെന്ന്. ലമാർട്ടിൻ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു, ഫിലോസഫർ, ഒററ്റർ, അപ്പോസ്റ്റൽ, legislator, warrior, conqueror of ideas, restorer of rational dogmas of a cult without images, founder of 20 terrestrial empires and one single empire. That is Muhammad. As regard all standards by which human greatness may be measured, we may well ask, is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, മതനേതാവ്, നിയമനിർമ്മാതാവ്, പടയാളി, യുക്തിഭദ്രമായൊരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെ മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് സസൂക്ഷ്മം അളന്നാലും നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളതെന്ന്. മാനവരാശിയുടെ മോക്ഷദായകൻ എന്ന് ജോർജ് ബെർണാഡ് ഷാ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ചിലർ തിന്മകളുടെ പ്രതീകമായി ചിത്രീകരിക്കുന്നത്. മക്ക വിജയവേളയിൽ ശത്രുക്കൾക്ക് മാപ്പ് നൽകിയതിലൂടെയാണ് മാപ്പെന്ന പദത്തിന് ഏറ്റവും ഔന്നത്യം ലഭിച്ചതെന്ന് സ്റ്റാൻലി ലെയ്ൻ പൂൾ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് പ്രതികാരദാഹിയാണെന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. കണ്ടം വെച്ച് സ്വയം തുന്നിക്കൂട്ടിയ ഈ മനുഷ്യൻ അനുസരണ വിധേയനായതുപോലെ മനുഷ്യ ചരിത്രത്തിൽ മറ്റാരെയും അനുസരിച്ചിട്ടില്ല എന്ന് തോമസ് കാർലിൽ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ഒരു ഭൗതിക മോഹി എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. ഏതു കോണിലൂടെ നോക്കിയാലും അദ്ദേഹം ഒരു വ്യാജവാദിയായിരുന്നില്ലെന്ന് H.G. Wells ദ ഔട്ട്ലൈൻ ഓഫ് ഹിസ്റ്ററിയിൽ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ഒരു വ്യാജ പ്രവാചകൻ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് കവിയെന്നോ പ്രവാചകനെന്നോ വിളിക്കാം. എന്നാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉതിർന്നു വീഴുന്ന വാക്കുകൾ ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകളല്ല എന്ന് ടോർ ആൻഡ്രോ വിശേഷിപ്പിച്ച പ്രവാചകന്റെ വചനങ്ങളെയാണ് ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങൾ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. പ്രവാചകൻ നടത്തിയ സമരങ്ങളൊന്നും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കോ ഒരു ഏകാധിപത്യ ഭരണം സ്ഥാപിക്കുവാനോ ആയിരുന്നില്ലെന്നും മറിച്ച് നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന് വാഷിംഗ്ടൺ ഇർവിൻ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമരങ്ങളെയാണ്
ഒരു യുദ്ധക്കൊതിയൻ്റെ സമരങ്ങളായി ആളുകൾ ചിത്രീകരിക്കുന്നത്. മുഹമ്മദിനെ സംബന്ധിച്ച് വായിക്കും തോറും എന്തെന്നില്ലാത്ത ബഹുമാനമാണ് എൻ്റെ മനസ്സിലെന്ന് ഡോക്ടർ ആനി ബസൻ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് ബഹുമാനത്തിന് അർഹനല്ല എന്ന് ചിലർ വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇസ്ലാമിൻ്റെ ശക്തി വാളിലല്ല, മറിച്ച് ഇസ്ലാമിക ദർശനത്തിൻ്റെ അജയ്യതയിലും മുഹമ്മദ് എന്ന വ്യക്തിയുടെ സ്വഭാവ വൈശിഷ്ട്യത്തിലുമാണെന്നും പ്രവാചകനെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു ഗ്രന്ഥം വായിക്കുവാൻ എൻ്റെ കയ്യിലില്ല എന്ന് പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞ ആ മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് അന്തിക്രിസ്തു എന്ന് വിളിച്ച് പലരും ആക്ഷേപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടുള്ള ആരും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലമാർട്ടിൻ മനുഷ്യ സമൂഹത്തോട് ചോദിച്ച ചോദ്യം, ഈസ് ദർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹീ? ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളത് എന്ന്. ആ മഹാനായ വ്യക്തി ത്യാഗങ്ങൾ അനുഷ്ഠിച്ചതും മർദ്ദനങ്ങൾ സഹിച്ചതും പലായനം ചെയ്തതും ഉന്നതമായൊരു തത്വം ഉയർത്തിപ്പിടിക്കുവാനാണ്. ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന മഹത്തായൊരു തത്വം. ആ തത്വം ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ മനുഷ്യ ദൈവങ്ങളുടെയും പുരോഹിതരുടെയും അടിമത്വത്തിൽ നിന്നും സ്രഷ്ടാവിൻ്റെ അടിമത്വത്തിലേക്കും ഇഹലോകത്തിൻ്റെ കുടുസിൽ നിന്നും അതിൻ്റെ വിശാലതയിലേക്കും മതങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ നീതിബോധത്തിലേക്കും മനുഷ്യ സമൂഹത്തെ നയിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിന് ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اهدنا للكتاب والسنة وامتنا مع الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم. ഉജ്ജ്വലമായ പ്രഭാഷണം